ഈ ജമല് യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഒരുങ്ങി വരികയാണ്. ഒരു ഭാഗത്ത് ഖലീഫ അലിയും അലിയുടെ ആളുകളും അന്നത്തെ മദീനയിലെ പ്രധാനപ്പെട്ട സഹാബിമാരൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ 2 മക്കള് ഹസനും ഹുസൈനും, പിന്നെ പ്രസിദ്ധനായിട്ടുള്ള അബ്ദുല്ലാ ഇബ്നു അബ്ബാസ്, അബൂബക്കർ സിദ്ദീഖിന്റെ മകൻ മുഹമ്മദ് ഇബ്നു അബീബക്കർ, പിന്നെ കൂഫക്കാരും ബസ്രക്കാരും, പ്രധാനമായിട്ട് ഈ ഹാഷിം വംശജര്, ഇവരൊക്കെയാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ സൈഡിൽ. മറുവശത്ത് നേതൃസ്ഥാനത്ത് ആയിഷ ബീവി, റസൂലിന്റെ പ്രിയ പത്നി, കൂടെ പ്രധാനപ്പെട്ട 2 സ്വഹാബിമാർ, തൽഹ ഇബ്നു ഉബൈദില്ല, ഒപ്പം അസുബൈർ ഇബ്നു അൽ അവ്വാം. ഈ പേരുകളൊക്കെ നമ്മൾ 10 സ്വഹാബിമാരുടെ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട 10 സ്വഹാബിമാരുടെ പേരുടെ ഇടയിൽ കേൾക്കുന്നതാണ്, തൽഹയും സുബൈറും. പിന്നീട് സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാ ഇബ്നു സുബൈർ, ഒരു വശത്ത് അലിയും അലിയുടെ മക്കളും, മറുവശത്ത് ആയിഷയും ആയിഷയുടെ ജ്യേഷ്ഠ സഹോദരിയുടെ മകനും, അസ്മാ ബീവിയുടെ മകൻ അബ്ദുല്ലാ ഇബ്നു സുബൈർ. ആയിഷ ബീവിക്ക് സ്വന്തമായിട്ട് അനന്തരവാസികളും മക്കളൊന്നും ഇല്ല. അബ്ദുല്ലാ ഇബ്നു സുബൈർ മകനെ പോലെയാണ്. പിന്നീട് മക്കക്കാര്, ഡമാസ്കസുകാര്, അവർ നേരിട്ട് പങ്കെടുക്കുന്നില്ല, പക്ഷെ അവരുടെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വംശജര്, ബനു അബ്ദുഷംസ് എന്ന് പറയുന്ന ഇവർ ഉമവിയക്കാർ തന്നെയാണ്. ഉമവിയയുടെ ഒരു ഭാഗമാണ് ബനു അബ്ദുഷംസ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു ഭാഗത്ത് ബനു ഉമയ്യക്കാരും മറുഭാഗത്ത് ബനു അബ്ബാസ്കാരും. ഭാവിയിൽ വരാനിരിക്കുന്ന 2 പ്രധാനപ്പെട്ട രാജവംശക്കാരാണ്. ഒന്ന് അബ്ബാസിയക്കാരും മറ്റത് ഉമവിയക്കാരും. അതിലും പ്രധാനമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു തൻ്റെ പിതാവിൻ്റെ കൂടെ ഒരു സൈഡിലും അബ്ദുല്ലാ ഇബ്നു സുബൈർ തൻ്റെ പിതാവിൻ്റെ കൂടെ മറു സൈഡിലും. ഈ സമയത്ത് ഇവർക്ക് ഏതാണ്ട് 30-32 വയസ്സ് പ്രായമാണ്. മുതിർന്ന ആളുകൾ തന്നെയാണ്. അബ്ദുല്ലാ ഇബ്നു സുബൈറിന് ഇമാം ഹുസൈനേക്കാളും ഒരു 2-3 വയസ്സ് കൂടുതലുണ്ട്. ജമൽ യുദ്ധം നടക്കുന്നത് ഹിജ്റ 36-ലാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുന്നത് ഹിജ്റ 35-ല്, ഇത് 36-ല്.